ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഹുണ്ടായിയോണ്ട് എഞ്ചിന്റെ അകത്തുള്ള കാർബൺ ക്ലീനിങ് ആണ്. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ബമ്പർ അഴിച്ചു മാറ്റണം, എങ്കിലേ ഹെഡായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റു പാർട്സുകൾ അഴിക്കാൻ പറ്റത്തുള്ളൂ. ശേഷം വാലോറും ടൈമിംഗ് ഇളക്കിയ ശേഷം ഹെഡിന്റെ ബോൾട്ട് അഴിച്ചെടുക്കുകയാണ്. ഈ ചുറ്റി വെച്ച് ടീരാഡിൽ അടിക്കുന്നത് വെച്ചാൽ ഹെഡിന്റെ ബോൾട്ടിലെല്ലാം കാർബൺ നിറഞ്ഞിരിക്കുകയാണ്. ഈ കാർബൺ നിറയാൻ കാരണം 5000 ഓയിൽ മാറേണ്ടതിന് 10000 ഓയിൽ മാറും. ഓയിൽ മാറാതെ കുറെ നാൾ ഓടിക്കും. ഇവയൊക്കെ കൊണ്ടാണ് കാർബൺ നിറയാൻ കാരണം. അതുപോലെ എഞ്ചിന്റെ ലൈഫും മൈലേജിനും ബാധിക്കും. 10000 ഓയിൽ 3000 മുതൽ സ്റ്റാർട്ട് ആവും. 5000 മാറുന്ന ഓയിൽ 1500 മുതലും സ്റ്റാർട്ട് ആവും. അപ്പോൾ ഏതെടുത്താലും കറക്റ്റ് ടൈമിംഗിൽ മാറുക, അല്ലാതെ 5000 കിലോമീറ്റർ ഓടുന്ന ഓയിൽ ഒഴിച്ചിട്ട് 10000 മാറരുത്. അപ്പൊ ഹെഡിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഓയിൽ ടാറ് പോലെ ആയിട്ടുണ്ട്. തല തേക്കുന്ന വെളിച്ചെണ്ണയുടെ നിറത്തിലാണ് ഇത് കിടക്കേണ്ടത്. അവസാനം നമ്മൾ ഹെഡ് അയച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ബ്ലോക്കിന്റെ അവസ്ഥ എന്താണ് നമുക്ക് കാണാം. ഇതൊരു നിസ്സാര പണിയല്ല, ഇതൊരു ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പണിയാണ്. കാർബൺ കാരണം മൂലം ക്യാമ്പിനോ ക്രാങ്കിനോ പിസ്റ്റനോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നമ്മൾ നോക്കണം. ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. ഓയിൽ ഹോളുകളെല്ലാം കാർബൺ കൊണ്ട് മൂടി. അപ്പൊ ഇതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. സമയം എടുക്കുന്ന വർക്ക് തന്നെയാണ് ഇത്. അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ചോറ് കഴിക്കാൻ സമയമായി. നമ്മുടെ വർക്ക്ഷോപ്പിന്റെ അടുത്തുള്ള ഒരു മാടക്കടയിൽ 20 രൂപയ്ക്ക് മോരുവെള്ളം കിട്ടും. അത് 2 മോരുവെള്ളം കുടിച്ചിട്ട് ഒഴിച്ചു കൂട്ടാൻ ഒരു കറിയായി. കൂട്ടുകാരന്മാരുടെ കറികൾ കൊണ്ട് ഒരു ഊണ് പാസ്സാക്കുക. ശേഷം ഒരു ആൾട്ടോടെ ഒരു റേസിംഗ് പ്രോബ്ലം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൾട്ടോടെ റേസിംഗ് പ്രോബ്ലം എന്ന് വെച്ചാൽ 10 സെക്കൻഡ് റേസിംഗ് കൂടുതലായിട്ട് നിൽക്കുകയും പിന്നെ നോർമൽ ആകുകയും പിന്നെ റേസ് ആവുകയും ചെയ്യും. റോട്ടിന്റെ അകത്ത് ഒത്തിരി ഡസ്റ്റ് ആയി. അതുപോലെ സ്പീഡ് സെൻസ് ചെയ്യുന്ന ഒരു സെൻസറും കൂടെ വരും. ആ സെൻസറിനകത്ത് ഒരു ബെയറിംഗ് വരും. അത് സ്റ്റക്കായാണ് ഇങ്ങനെ വരുന്നത്. ഇതെല്ലാം അയച്ച് പീസാക്കി ക്ലീൻ ചെയ്ത ശേഷം റോഡിൽ വണ്ടി സെറ്റ് ചെയ്യാൻ പ്രശ്നം കഴിഞ്ഞു. പ്രശ്ന പരിഹാരങ്ങളെല്ലാം അടുത്ത വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.